നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്നും ചാലിയാർ തീരത്ത് വിപുലമായ തെരച്ചിൽ നടന്നു. ഇരുട്ടുകുത്തിയിലും കൊട്ടുപാറയിലുമായി 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. സൂചിപ്പാറയിൽ നിന്നും ശരീരഭാഗം കണ്ടെത്തി. തിരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ല എന്നാണ് ADGP MR അജിത് കുമാർ പറഞ്ഞത്. അതിനിടെ പുനരധിവാസത്തിനായുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. താൽക്കാലിക വാസസ്ഥലങ്ങൾ, പിന്നീട് സ്ഥിരം സംവിധാനം, വരുമാന മാർഗമുണ്ടാക്കൽ, എവിടെ പാർപ്പിക്കണം, ഇതൊക്കെ വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിൽ എന്നതിൽ സംശയമില്ല. പുനരധിവാസത്തിന്റെ കേരള മോഡൽ എങ്ങനെയാകും? വയനാടിനെ എങ്ങനെ വീണ്ടെടുക്കാം? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാധ രാമസ്വാമി ഉണ്ടാകും. ഒപ്പം നമ്മളുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടം, സജോ ദേവസ്യ, ശ്രീജിത് ശ്രീകുമാരൻ, സമീർ ബിൻ കരീം എന്നിവർ തത്സമയം ചേരും. ആദ്യം ഞാൻ പോകുന്നത് ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇപ്പോൾ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇന്നും മേഖലകൾ തിരിച്ചുള്ള തിരച്ചിലായിരുന്നു. അതിൽ 5 മേഖലകൾ എന്ന തരത്തിലേക്ക് ശരീരാവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നും. അത് ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ ചാലിയാറൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ്. അതിൽ ഇന്നിപ്പോൾ ADGPയുടെ പ്രതികരണം വന്നത് ഉടൻ തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം കണ്ടെത്താൻ ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ മേഖലയിൽ നടന്ന തിരച്ചിൽ, അങ്ങനെ പൊതുവായി ഇന്ന് എന്തായിരുന്നു അവിടുത്തെ കാഴ്ചകൾ എന്നത് എങ്ങനെ പറയാം? അനുജ, ഇന്ന് 15ാം ദിനമാണ് തിരച്ചിലിൻ്റെ, അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് നമ്മൾ ആദ്യം വിളിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൃതദേഹവും ശരീരഭാഗവും കണ്ടെത്താനുള്ള തെരച്ചിലിൻ്റെ 15ാം ദിവസമാണ് ഇന്ന്. ഇന്നും തെരച്ചിൽ ഏതാണ്ട് വൈകുന്നേരം വരെ നടന്നു. തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചു. 3 ശരീരഭാഗങ്ങളാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്ന വയനാട് ജില്ലാ SP T നാരായണൻ IPS നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ഇദ്ദേഹമാണ് ഒരുപക്ഷെ ഉറക്കമില്ലാതെ ഇത്രയും നാൾ ഈ പോലീസ് സംവിധാനത്തെ എല്ലാം തന്നെ ഏറ്റവും അടിത്തട്ടിൽ കോർഡിനേറ്റ് ചെയ്തിരുന്നത് SP T നാരായണനാണ്. നാരായണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പം ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചു. 3 ശരീരഭാഗം കിട്ടിയെന്നുള്ളതാണ് വിവരം. അതെ, ഇന്ന് നമ്മൾ 7 സോണുകളായിട്ട് തിരിച്ചു. പ്രത്യേകിച്ച് ചാലിയാറിൻ്റെ വയനാട്ടിൽ നിന്ന് മലപ്പുറം ഭാഗത്തേക്കുള്ള ഏരിയയെ 7 സോണുകളാക്കി തിരിച്ച് ഹെലികോപ്റ്റർ ഡ്രോപ്പിങ്ങിൻ്റെ കൂടെ സഹായത്തോടു കൂടി നമ്മുടെ SOG ടീമും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും ലോക്കൽ ആളുകളും ചേർന്നുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. കൂടാതെ ഒരു ടീം മലപ്പുറം ഭാഗത്ത് നിന്നും ട്രക്കിംഗ് നടത്തി മുകളിലേക്ക് വന്ന് അപ്സ്ട്രീമിലേക്ക് ഒരു സോണും, അങ്ങനെയുള്ള 7+1 സോൺസാണ് ഇന്ന് നമ്മൾ ചെക്കിങ് നടത്തിയത്. 2 കരകളിലും വിശദമായിട്ട് GPS മാപ്പിംഗ് ഉപയോഗിച്ച് പോയിന്റുകൾ രേഖപ്പെടുത്തി കൃത്യമായ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ നടത്തിയിട്ടുള്ളത്. തിരച്ചിലിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് 3 നമുക്ക് ബോഡി പാർട്സ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇന്നത്തെ തിരച്ചിലിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് DNA സാമ്പിൾ മാപ്പിംഗ്, ഒരു പക്ഷേ അങ്ങനെ പറയുന്നതായിരിക്കും ശരി, അത് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റി, എത്ര റിസൾട്ട് കിട്ടി? മാത്രമല്ല അതിലൊരു പോലീസ് വെരിഫിക്കേഷൻ പാർട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? അതെ, അത് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള ബോഡീസ് അതുപോലെ തന്നെ ബോഡി പാർട്ടുകൾ അവയുടെ എല്ലാം തന്നെ DNA സാമ്പിളുകൾ നമ്മൾ ശേഖരിച്ച് കണ്ണൂരുള്ള റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന DNAയും അതുപോലെ തന്നെ മിസ്സിംഗ് ആയവരുടെ റിലേറ്റീവ്സിൽ നിന്ന് എടുക്കുന്ന DNAയും അത് മാച്ച് ചെയ്ത് മാക്സിമം മിസ്സിംഗ് ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്യുക, മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ നേരിട്ട് ഫോറൻസിക് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഉടനടി തന്നെ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് എത്ര പേരുടെ സാമ്പിളിൻ്റെ റിസൾട്ട് വന്നു? അതിൻ്റെ ഒരു സെർച്ചിങ് ഒരു വളരെ സെൻറ്റിമെൻ്റലായ ഒരു കാര്യം കൂടിയാണ്. കാരണം കാണാതായ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയൽ, അങ്ങനെയുള്ള കാര്യമുണ്ട്. ഈ ബോഡി പാർട്സ് എൻ്റെ അച്ഛൻ്റെതാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ആണെന്നൊക്കെ അറിയൽ, അത് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്? ഏകദേശം 401 ബോഡികളാണ് നമ്മൾ ഇതിൻ്റെ DNA പ്രൊഫൈൽ മാച്ചിങ്ങിനായിട്ട് കണ്ണൂരുള്ള റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ മിസ്സിംഗ് ആയിരിക്കുന്ന ബന്ധുക്കൾ റിലേറ്റീവ്സിൻ്റെ DNAയുമായി പ്രൊഫൈൽസ് മാച്ച് ചെയ്യണം. അതൊരു ആ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോറൻസിക് സയൻസ് ഇത് ചെയ്യുന്ന അവിടുത്തെ സയൻറ്റിസ്റ്റുമായിട്ടും അതുപോലെ തന്നെ ഫോറൻസിക് ലബോറട്ടറിയുടെ ഡയറക്ടേഴ്സുമായിട്ട് കണ്ടിന്യൂസ് കോൺടാക്റ്റിലുണ്ട് നമ്മൾ. അങ്ങാണ് ആ സ്ഥലത്ത് ആദ്യം തന്നെ എത്തുന്നത്. ഒരുപക്ഷെ ആ സ്പോട്ടിൽ പാതിരാത്രിയിലെത്തിയ ഉന്നത ഉദ്യോഗസ്ഥൻ അങ്ങാണ്. തിരച്ചിൽ 15 ദിവസമായി. ഇനിയും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ ശരിക്കും?
ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ 7 സോണുകളാക്കി തിരിച്ച് ഹെലികോപ്റ്ററിൻ്റെയും കൂടെ സഹായത്തോടു കൂടി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഡൗൺ സ്ട്രീം ഏരിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തി. അതിൻ്റെ റിസൾട്ടുകളും കൂടി വെച്ച് ഇന്ന് വൈകുന്നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ അവലോകന യോഗമുണ്ട്. ആ സമയത്ത് മന്ത്രിസഭാ ഉപസമിതിയുമായി അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ, ഇൻസിഡൻറ്റ് കമാൻഡർ, ബഹുമാനപ്പെട്ട IG സേതുരാമൻ സാറ്, ADGP സാറ്, അജിത് കുമാർ സാറ് ഇവരെല്ലാവരും ചേർന്ന് അതിനുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കുമെന്ന്. വ്യക്തിപരമായ ചോദ്യമാണ്. 15 ദിവസം ഈ ദുരന്തമുഖത്ത് അങ്ങ് ഉണ്ടായിട്ടുണ്ട്. ആ രാത്രി മുതൽ, ആ അർദ്ധരാത്രി മുതൽ ഒരുപാട് മൃതദേഹങ്ങൾ കാണുന്നു, കുറച്ചുപേരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നു. പേഴ്സണലി എത്രമാത്രം ഫീൽ ചെയ്ത ഒരു അനുഭവമാണ് ഈ വയനാട് ദുരന്തം തന്നത്? അങ്ങ് ആണ് ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി. പറഞ്ഞതുപോലെ തന്നെ 30-ാം തീയതി രാവിലെ ഏകദേശം 2:30 ഞാൻ ആ സ്പോട്ടിലെത്തുന്നത്. ആ സമയം തൊട്ട് ഈ സമയം വരെ പറഞ്ഞതുപോലെ റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും റിക്കവറിയുടെ ഭാഗമായിട്ടാണെങ്കിലും ധാരാളം ബോഡീസ്, അതുപോലെ തന്നെ മാസ് ബറിയൽ ചടങ്ങ് നടന്ന സമയത്തുള്ള ബോഡീസ്, അവർ റിലേറ്റീവ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് വളരെ ഈ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും വളരെ വൈകാരികമായി നമ്മൾ മാറുമ്പോഴും നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മുടെ ഫോഴ്സിനെ അതുപോലെ ലീഡ് ചെയ്ത് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ലയിലെ അവിടെ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ 15 ദിവസം ബഹുമാനപ്പെട്ട ADGP സാറിൻ്റെ അതുപോലെ തന്നെ IG സാറിൻ്റെയും DIG സാറിൻ്റെ എല്ലാ നേതൃത്വത്തിൽ എല്ലാവരും തന്നെ വലിയ പ്രവർത്തനം ഉറക്കമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഒരുപക്ഷെ അങ്ങ് വളരെ കൂളായി ഇത് ഏകോപിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു. അനുജ, ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ 15 ദിവസത്തെ തിരച്ചിൽ പോലീസിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ആദ്യം അവിടെ എത്തുന്നത് മേപ്പാടി സ്റ്റേഷൻ എന്നുള്ള പോലീസുകാരാണ്. അതിനുശേഷം SOG ആണ് ആദ്യം മങ്കി റോപ്പിട്ടുകൊണ്ട് ആദ്യത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത്. ഒരുപക്ഷെ സൈന്യമൊക്കെ എത്തുന്നതിന് മുൻപ് അത് എടുത്തു പറയേണ്ടതാണ്. തെരച്ചിൽ എപ്പോൾ അവസാനിപ്പിക്കുമെന്നുള്ളത് മന്ത്രിസഭാ ഉപസമിതി മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനിക്കുക. പക്ഷേ തെരച്ചിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഒന്നും കിട്ടാതെ ഇല്ല, അതായത് ആരെങ്കിലും ഇനി രക്ഷിക്കാനില്ല എന്നുള്ളത് ഉറപ്പ്. ഇനി ശരീരഭാഗങ്ങളാണ് കിട്ടാനുള്ളത്. അതിനുവേണ്ടി ഇത്രയും പേരെ ഇവിടെ വീണ്ടും തെരച്ചിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ളത് സർക്കാർ തലത്തിൽ ആലോചിച്ചൊരു തീരുമാനമെടുക്കും. അനുജ, അതാണ് ഇപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാകും മുമ്പോട്ട് പോവുക എന്നുള്ളതിലൊക്കെ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും 15 ദിവസം അവിടെ തിരച്ചിൽ നടന്നിട്ടുണ്ട്. ഇന്നുൾപ്പെടെ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ വേഗം അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിഗമനത്തിലെത്തേണ്ടി വരും. ഇന്നിപ്പോൾ ADGP അജിത് കുമാർ സൂചിപ്പിച്ചതും അതുതന്നെയാണ്. ദീപക് ധർമ്മടമാണ് വയനാട് SP-യുമായി സംസാരിച്ചത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി എന്നുള്ളതാണ്. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണിത്. വായ്പക്കാരിൽ മരിച്ചവരുടെയും വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും എന്നുള്ളതാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ്. നമുക്കറിയാം, ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അതൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണം, ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് ഈ ദുരന്തത്തെ അതിജീവിച്ചവരെ എന്നത്. ഇപ്പോൾ കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം, അതിന്റെ വിവരങ്ങൾ. തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ സമാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ബാങ്കുകളോട് മറ്റ് ധനകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളോടൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരെ ഇത്തരം EMI-യും എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ സമാധാനം കളയരുത്, അവർക്കൊപ്പം നിൽക്കേണ്ട സമയമാണ് എന്നതടക്കം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് മാതൃകാപരമായ ഒരു നടപടി എന്നോണം കേരള ബാങ്ക് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചൂരൽമല ശാഖയിലെ വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും എന്നുള്ളതാണ് തീരുമാനം ആയി അറിയിച്ചിരിക്കുന്നത്. കേരള ബാങ്കിന്റെ ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ബാങ്ക് ഭരണസമിതി അറിയിക്കുകയും ചെയ്യുന്നു. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു നേരത്തെ തന്നെ. കൂടാതെ ബാങ്കിലെ ജീവനക്കാർ, കേരള ബാങ്കിലെ ആകെയുള്ള ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അനുജ, ദുരന്തബാധിതരെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനം കേരള ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ചൂരൽമല ശാഖയിലെ വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളിയിരിക്കുന്നു. അതിൽ മരിച്ചവരുടെയും വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളാനുള്ള തീരുമാനം. ഒപ്പം തന്നെ അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയും നൽകിയിട്ടുണ്ട്. നമുക്കൊപ്പം അതിഥിയായുള്ളത് മേപ്പാടി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് ശ്രീമതി രാധ രാമസ്വാമി. തത്സമയം ശ്രീമതി രാധ, നമുക്കൊക്കെ അറിയാം, ഈ വലിയൊരു ദുരന്തത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ പകച്ചു നിൽക്കുക തന്നെയായിരുന്നു. കാരണം നമുക്കിതൊരു പുതിയ ദുരന്തമാണ്. ഇങ്ങനൊരു ദുരന്തം നമുക്കുണ്ടായിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഒരു ദുരന്തത്തിൽ തന്നെ 400-ലധികം പേർ മരിച്ചു എന്നുള്ളത് ഇനിയും കാണാൻ ഇല്ലാത്ത ആളുകളുണ്ട്. 120-ലേറെ പേർ ഇനിയും എവിടെയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്രയും വലിയൊരു ദുരന്തത്തിന് മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ്. നിലവിലിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല.
പുനരധിവാസം അതെങ്ങനെ വേണം എന്നത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു ലോകോത്തര മോഡലായിരിക്കും പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കേരളം ഉണ്ടാക്കാൻ പോകുന്നത് വയനാടിൻ്റെ കാര്യത്തിൽ എന്ന്. അതുപോലെ അത് ഒരു കേരള മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു രൂപവുമില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെയൊന്ന് അഭിമുഖീകരിച്ചിട്ടില്ല മുൻപ്. അപ്പോൾ ഇത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ഒട്ടേറെ പേരുണ്ട്. അവർക്ക് എവിടെയാണ് അവർക്ക് ഇനി സ്ഥിരമായൊരു താമസം ഒരുക്കാൻ പറ്റുന്നത് എന്നുള്ളത് അവരുടെ കൂടി ആവശ്യപ്രകാരമായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ അവർക്ക് ആവശ്യങ്ങളുണ്ടാകാം, അവർക്ക് ആഗ്രഹങ്ങളുണ്ടാകാം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മേപ്പാടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്നാണ്. എങ്ങനെയായിരിക്കണം പുനരധിവാസം, അത് ആ നാട്ടുകാരുടെ ഒരു അഭിപ്രായം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. ദുരന്തത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ പുനരധിവസിപ്പിക്കണമെന്നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ആ ദുരന്തം നടന്ന സ്ഥലത്തെ ആളുകളുടെയും ആഗ്രഹവും അഭിപ്രായവും. അപ്പോൾ ആ രീതിക്ക് തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പുനരധിവാസം സാധ്യമാവുന്നത് വരെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ മുഴുവനും വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സർക്കാർ സംസാരിക്കുകയും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വാടക വീടുകൾ കണ്ടെത്തുന്നതും നമ്മുടെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അവരെ ബന്ധുക്കളായാലും കുട്ടികളായാലും ഒക്കെ പഠിക്കുന്ന സ്കൂളുകളും ബന്ധുക്കളും എല്ലാം മേപ്പാടി പഞ്ചായത്തിനോട് ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പരമാവധി മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ അവർക്ക് വരുമാനദായകമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കേരള ബാങ്ക് കടങ്ങൾ മുഴുവൻ എഴുതി തള്ളിയെന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് ഒരുപാട് ബാങ്കുകൾ മേപ്പാടി പഞ്ചായത്തിലുണ്ട്. ആ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതും മറ്റ് പഞ്ചായത്തിൻ്റെ പരിധികളിലൊക്കെ വരുന്ന ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളും നാഷണൽസ് ബാങ്കുകളും ഉൾപ്പെടെ എല്ലാ ബാങ്കുകളുടെയും കടങ്ങൾ മറ്റ് പ്രശ്നങ്ങളൊക്കെ എഴുതി തള്ളി അവരെ ഇപ്പോഴത്തെ ദുരന്തത്തിൽ നിന്നും കരകയറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെടില്ല എന്ന് കരുതുന്നു. അതെ, അപ്പോൾ ഇതിലിപ്പോൾ ഈ താൽക്കാലിക പുനരധിവാസമാണല്ലോ ആദ്യം നടക്കാൻ പോകുന്നത് ശ്രീമതി രാധ. അത് കുറേ കെട്ടിടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു, ഒഴിഞ്ഞ ക്വാർട്ടേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് സർക്കാർ നിലവിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടുകാർ അവർ ഉള്ള ഇടത്ത് തന്നെ സൗകര്യമൊരുക്കുന്നതിലേക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു വളരെ നമ്മൾ പോസിറ്റീവായി കാണേണ്ടുന്ന കാര്യങ്ങളാണ്. കാരണം സഹായിക്കാൻ മുന്നോട്ട് വരികയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഇത്ര കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. കൂടാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വാടകയൊന്നും ഇല്ലാതെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ വാടക ചിലവാക്കി അത് സർക്കാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇത് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇവിടെ തന്നെ വേണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ് എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ താൽക്കാലികമായി ആ തരത്തിലേക്ക് ഇത് ശരിയാകുന്നുണ്ടോ, ഇത്തരം പുനരധിവാസം, താൽക്കാലിക പുനരധിവാസം എന്നത്? താൽക്കാലിക പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ മീറ്റിങ്ങിൽ പറഞ്ഞത് നമ്മുടെ ജില്ലയിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകൾ കെട്ടിടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന മുറികൾ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്തി അത് നൽകണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഈ ചുരുൾമല മുണ്ടക്കൈ പ്രദേശത്തുള്ള ആളുകൾക്ക്, അട്ടമല പ്രദേശത്തുള്ള ആളുകൾക്ക് ദൂര സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ മാനന്തവാടി പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക, മാനന്തവാടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ആശങ്ക അവർ ഞങ്ങളുമായി അറിയിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പരമാവധി വീടുകൾ കണ്ടെത്തുകയും സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ കണ്ടെത്തുകയും, അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലാണെങ്കിൽ അത്ര വിഷയമില്ല എന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത്. അപ്പോൾ എല്ലാവരും സാധാരണ ആൾക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ പരമാവധി നമുക്ക് ഈ പ്രദേശങ്ങളിൽ തന്നെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിലാണ് കൂടുതൽ അവരെ വരുമാനവും മറ്റ് ജീവിതമാർഗ്ഗങ്ങളും മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ ഒരു ശ്രദ്ധയും അവർക്ക് ഞങ്ങളോടുള്ള ആ ബന്ധങ്ങൾ മറ്റ് പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്.
പിന്നെയെന്ന് വെച്ചാൽ ബന്ധുവീടുകളിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് എല്ലാവരും സാധാരണ ആളുകളാകുമ്പോൾ ഒരു പരിധി കഴിഞ്ഞിട്ട് നിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി അവരെ മറ്റ് വീടുകളിലേക്ക് പുനരധിവാസം സാധ്യമാകുന്നത് വരെ മറ്റു വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അതെ, നിലവിലിപ്പോൾ അവിടെ ഈ ക്യാമ്പുകൾ അതിൽ എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട് എന്നൊക്കെയുള്ള അതിൻ്റെ ഈ നിലവിലെ അവസ്ഥ, ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ് ശ്രീമതി രാധ? താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ. കേൾക്കാൻ കഴിയുന്നുണ്ടോ രാധ എന്നെ? ഇപ്പോൾ ഏത് തരത്തിലേക്ക് പുനരധിവാസം നടക്കണം എന്നൊക്കെയുള്ളതിൽ അതിൽ കൃത്യമായൊരു നിർദ്ദേശം ഒക്കെ ഉണ്ട്. ഇതിൽ അകപ്പെട്ടവർക്ക്, അതിജീവിച്ചവർക്ക്, അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകും പുനരധിവാസം. പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ് എന്നൊക്കെയുള്ളതിൽ നിലവിൽ സംശയമുണ്ട്. ആ കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. സജോ ദേവസ്വയുണ്ട് മുണ്ടക്കയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ ഇന്നത്തെ തെരച്ചിൽ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൽ GPS വെച്ചൊക്കെയുള്ള തിരച്ചിലാണ് നടന്നത് എന്ന് SP അല്പസമയം മുൻപാണ് ദീപക് ധർമ്മടത്തോട് പറഞ്ഞത്. കൂടാതെ നമ്മൾ ഇന്നും ഈ തെരച്ചിലിലൊക്കെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നതും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ അത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ 15 ദിവസമായല്ലോ, ഇപ്പോഴും ശരീരഭാഗങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ തെരച്ചിൽ അവിടെ അവസാനിപ്പിക്കാനും കഴിയില്ല. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ADGP MR അജിത് കുമാറും ഉദ്ദേശിച്ചത്. അനുജ, ADGP വിശദീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഡൗൺ സ്ട്രീമിലേക്കായിരിക്കും ഇനി തിരച്ചിലുണ്ടാവുക. അതായത് മുകൾ ഭാഗത്തേക്ക്, അതായത് പുഞ്ചിരിമട്ടം ഉൾപ്പെടെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, താഴേക്ക് ചൂരൽമല, ഇത്രയും പ്രദേശങ്ങളിൽ തിരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്, ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ ഇടങ്ങളിൽ ഇന്നും യഥാർത്ഥത്തിൽ തിരച്ചിൽ നടത്തി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും ഈ ഭാഗങ്ങളിൽ, അതായത് അപ്സ്ട്രീം മേഖലകളിൽ കാര്യമായി ഏതെങ്കിലും നിലയ്ക്ക് അത് ഫലപ്രാപ്തിയിൽ എത്തുന്ന നിലയുണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളിൽ തിരച്ചിലുണ്ടാകില്ല. അതേസമയം സൂചിപ്പാറ, കാന്തൻപാറ, പരപ്പൻപാറ ഉൾപ്പെടുന്ന പ്രദേശം, ചാലിയാറിൻ്റെ തീരം, അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കായിരിക്കും ഇനി തിരച്ചിൽ നടത്തുക. ഇന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തതും ആ മേഖലകൾ ചാലിയാറിൻ്റെ തീരത്തു നിന്നും ചാലിയാർ അവിടെ നടത്തിയ തിരച്ചിലിലുമൊക്കെയാണ്. ഇനിയിപ്പോൾ ആ ഭാഗത്ത് കാര്യമായ തിരച്ചിൽ മതി എന്നതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സംഘത്തിൻ്റെ ആവശ്യമില്ല. സന്നദ്ധ പ്രവർത്തകരോടും കാര്യമായി അവരുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നില്ല അധികൃതർ. അതുകൊണ്ട് ഇന്ന് കുറഞ്ഞ നമ്പറിലുള്ള സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ്, വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകരാണ് തിരച്ചിലിൻ്റെ ഭാഗമായത്. ഇനി അങ്ങോട്ടേക്ക് NDRFിൻ്റെയും ഫയർഫോഴ്സ്, NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഒപ്പം വനംവകുപ്പ് സംഘം, അതായത് ഇതിൻ്റെ അതിർത്തിയിലുള്ള അട്ടമലയിലൊക്കെ താഴേക്ക് വനാതിർത്തി മേഖല, അതായത് മുണ്ടേരി ഫാം ഉൾപ്പെടുന്ന വനാതിർത്തി മേഖലകളുണ്ട്. അവിടെയും ഈ വന മേഖലകളോട് ചേർന്ന് ദുർഘടം പിടിച്ച പാതകളിലെ തിരച്ചിൽ പലപ്പോഴും ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതുകൊണ്ടാണ് അവയൊക്കെ ഈ അവസാന ഘട്ടത്തിലേക്ക് വന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ഒരു ദുഃഖകരമായൊരു കാര്യം എന്നത്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്നത്, ആ ഇടങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട് ശരീരഭാഗങ്ങൾ എന്നതാണ്. അതുകൊണ്ട് ആ തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ആ മേഖല, അതായത് സംശയമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രം മതി ഇനി തിരച്ചിൽ എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന നിലയ്ക്ക് നേരത്തെ ADGP വിശദീകരിച്ചതും. യഥാർത്ഥത്തിൽ അത് തന്നെയായിരിക്കും പ്രായോഗികമായ കാര്യവും. കാരണം ഈ മേഖലകളിലൊക്കെ യന്ത്ര സഹായത്തോടു കൂടി തന്നെ മൺമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് തന്നെ ഈ മേഖലകളിൽ കാര്യമായി തിരച്ചിൽ നടത്തിയിരുന്നു. അത് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ യഥാർത്ഥത്തിൽ ഇന്നും തിരച്ചിൽ നടത്തി. ഇനി പക്ഷേ ഈ മേഖലകളിൽ കാര്യമായ തിരച്ചിലിലേക്ക് പോകേണ്ട കാര്യമില്ല. അതേസമയം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലെങ്കിലും ഇങ്ങനെ തിരച്ചിൽ നടത്തുകയും ഇത് കണ്ടെടുക്കാൻ, ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച്, ഉറ്റവരെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് ഒരു ആദരപൂർവ്വമുള്ള ഒരു സംസ്കാരമൊക്കെ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയും അത്തരം നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളും മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പരിഗണിച്ചുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ് ADGP അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചതും. പക്ഷേ ഇനിയിപ്പോൾ ആ താഴ്ഭാഗത്തേക്കുള്ള തിരച്ചിൽ മാത്രം മതിയാകും. മറ്റിടങ്ങളിലേക്കുള്ള തിരച്ചിൽ യഥാർത്ഥത്തിൽ ആവശ്യമെങ്കിൽ, ഏതെങ്കിലും നിലയ്ക്ക് സംശയം ഉണ്ടാവുകയോ ആളുകൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ മാത്രമായിരിക്കും മറ്റിടങ്ങളിലുള്ള പരിശോധന. നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡൗൺ സ്ട്രീം മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട തിരച്ചിലുണ്ടാവുക. അവിടെ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഫലപ്രാപ്തി ഉള്ളൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അതിജീവന പ്രക്രിയയുടെ ഭാഗമായുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അപ്പോഴും തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല എന്നവർ വ്യക്തമാക്കുന്നു. കാരണം ആളുകൾ ഏതെങ്കിലും നിലയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജനകീയ
തെരച്ചിലിൻ്റെ ഭാഗമായി എത്തിയവർ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് തിരയണം എന്ന് അവർ ആവശ്യപ്പെട്ട ചില സ്ഥലങ്ങളും മേഖലകളും ഉണ്ട്. ആ ഇടങ്ങളിലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയായി തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് അത് ഫലപ്രാപ്തിയിലെത്തിയില്ല. അതായത് ഈ മുകൾ ഭാഗത്തേക്ക്, അതായത് മുണ്ടക്കൈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിൽ അതൊരു ഫലം കണ്ടിരുന്നില്ല. പിന്നീട് പക്ഷേ ആളുകൾ മറ്റു പല ഈ പ്രദേശവാസികളായ ആളുകൾ ഇതിൻ്റെ ഒരു സ്വഭാവവും ഉരുൾപൊട്ടലിൻ്റെ ഒരു സ്വഭാവവും ഒക്കെ പരിശോധിച്ച് അവർ പറഞ്ഞ ചില പ്രദേശങ്ങൾ, അതായത് തിരച്ചിൽ നടക്കാതിരുന്ന, അത് വളരെ ദുർഘടമായിരുന്ന വന അതിർത്തി മേഖലകളൊപ്പം ചാലിയാറിൻ്റെ വിവിധ തീര മേഖലകളൊക്കെ ആയിരുന്നു. ആ ഇടങ്ങളിലാണ് തിരച്ചിലിൽ എന്തെങ്കിലും ഫലം ഉണ്ടായത്. ഇനി അത് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തിരച്ചിൽ എന്നതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ തിരച്ചിൽ കൊണ്ട് ഇനിയിപ്പോൾ പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യം എന്നത് അത് മാത്രമാണ്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മേഖലകളിലെല്ലാം ഈ സന്നദ്ധ പ്രവർത്തകരുടെ വളരെ ചെറിയൊരു നമ്പറും ഒപ്പം ഈ വിവിധ സേനാ വിഭാഗങ്ങളുടെ ടീമുകളുമായിരിക്കും താഴേക്ക് ഡൗൺ സ്ട്രീമിൽ അടുത്ത ദിവസങ്ങളിലും തിരച്ചിൽ പ്രക്രിയയുടെ ഭാഗമാവുക. അതിനും അപ്പുറത്തേക്ക് ഇനി അതിജീവന പ്രക്രിയകൾ അല്ലെങ്കിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി മുന്നോട്ട് പോവുകയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു നാടൊന്നാകെ ഒഴുകിപ്പോയി അതിൻ്റെ ട്രോമ മറികടക്കാൻ ഈ ദുരന്തം മറികടന്നെത്തിയ മനുഷ്യർക്ക് പിന്തുണ കൊടുക്കണം. അതൊരു തുടർ പ്രക്രിയയാണ്. അതിലേക്ക് യഥാർത്ഥത്തിൽ കുറേ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തിരച്ചിൽ ഇനിയിപ്പോൾ നടക്കേണ്ട, അതായത് നേരത്തെ തന്നെ കൃത്യമായി ADGP പറഞ്ഞ കാര്യമുണ്ട്, ഡൗൺ സ്ട്രീം മേഖലകളിൽ തിരച്ചിൽ തുടരും. അത് തന്നെയായിരിക്കും നമ്മളും ഈ ദുരന്തഭൂമി കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് പ്രകാരം യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ആ മേഖലകളിൽ തിരച്ചിൽ ആയിരിക്കും ഫലം കാണുക എന്നതാണ് വസ്തുത. ഇതിനിടയിൽ ഇവർ താൽക്കാലിക പുനരധിവാസത്തിലേക്ക് വളരെ വേഗത്തിൽ പോകേണ്ടിയിരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഈ രേഖകൾ വീണ്ടെടുക്കുക, അവരെ തുടർ പ്രക്രിയ, ചികിത്സ ആവശ്യമുള്ളവർക്ക് അവരുടെ ചികിത്സകൾ തുടരുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇനിയും കേന്ദ്രീകരിക്കപ്പെടേണ്ടത്. തിരച്ചിൽ അപ്പോഴും ഒരു വൈകാരികമായ ആവശ്യമായി തന്നെ നാട്ടുകാർ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. നാട്ടുകാരും ഈ ആളുകളെ നഷ്ടപ്പെട്ട, അതായത് കാണാതായവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചുള്ള വൈകാരിക പ്രശ്നങ്ങളും മറ്റുമാണ്. അതോടൊപ്പം കാണാതായവരുടെ നമ്പർ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ഔദ്യോഗിക കണക്കിന് അപ്പുറത്തേക്കുള്ള ആളുകളുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നുണ്ട്. ഒപ്പം ഇവിടെ റവന്യൂ വിഭാഗത്തിൻ്റെയും മറ്റും ഈ കണക്കെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. അതായത് നഷ്ടം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിലുമൊക്കെ വിപുലമായ തുടർ മെമ്മോറണ്ടങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ ഒരു വിശദമായ വിപുലമായ കണക്കുകളടക്കം അത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഏറ്റവും കൃത്യമായ കണക്കുകൾ ഉണ്ടാക്കുക, അത് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സമർപ്പിക്കപ്പെടേണ്ടതാണ്. വിശദമായ മെമ്മോറാണ്ടം വിവിധ ഘട്ടങ്ങളിലായി സമർപ്പിക്കുമെന്ന് നേരത്തെ മന്ത്രിയടക്കം വിശദീകരിച്ചതുമാണ്. അത് യഥാർത്ഥത്തിൽ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച്, അതായത് കേന്ദ്ര വിഹിതമൊക്കെ കൃത്യമായ അർത്ഥത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ തന്നെ ലഭ്യമാക്കാൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിലുള്ള പഠനം, സ്റ്റഡി എന്നത്, അതായത് ഈ നഷ്ടം സംബന്ധിച്ച കൃത്യമായ, അതായത് ഈ ഭൂമിയുടെ ഓരോ ആളുകളും കൈവശം വെച്ചിരുന്ന ഭൂമി മുതൽ അങ്ങോട്ടേക്ക് നഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും ആൾനഷ്ടത്തെക്കുറിച്ച് ഏറെക്കുറെ നമുക്കൊരു ധാരണയുണ്ട്. അങ്ങനെ ആ നഷ്ടം സംബന്ധിച്ച കണക്കുകൾ ഫീൽഡിൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഏറെക്കുറെ, അതായത് ഇവിടെയുള്ള ഇങ്ങോട്ടേക്ക് ക്യാമ്പിൽ നിന്നും അല്ലാതെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ ആളുകളുടെ സഹായത്തോടു കൂടി വിവരശേഖരണം നടത്തുന്നുണ്ട്. അതൊരു വശത്ത് പുരോഗമിക്കുന്നു. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലിക പുനരധിവാസമാണ്. പിന്നീട് ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായുള്ള, അതായത് വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും മറ്റുമൊക്കെ രേഖകൾ വളരെ അത്യാവശ്യമുള്ളവരുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രേഖകൾ വളരെ അത്യാവശ്യമുള്ളവരുണ്ട്. ഇന്ന് ക്യാമ്പുകൾ തുടക്കമിട്ടതാണ്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. അങ്ങനെ വിപുലമായ പ്രക്രിയ, ഇനിയിപ്പോൾ അതിജീവന പ്രക്രിയ അല്ലെങ്കിൽ പുനരധിവാസം എന്നിവയെല്ലാം നടക്കേണ്ടതുണ്ട്. അതാണ് ഇനി നമ്മുടെ ഫോക്കസ് ആവേണ്ടതെന്ന് തോന്നുന്നു. തിരച്ചിൽ ഇപ്പോൾ ഇതിൽ ഈ സജോ, നമ്മൾ ഈ താൽക്കാലിക പുനരധിവാസത്തിനെ കുറിച്ചാണല്ലോ ആദ്യം ചിന്തിക്കുന്നത്. നിലവിൽ ഈ എത്ര ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ആ ക്യാമ്പുകളിൽ എത്ര പേരുണ്ട്? എത്ര കുടുംബങ്ങളുണ്ട്? ബന്ധുവീടുകളിലേക്ക് പോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ കൂടുതൽ ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? അങ്ങനെ കൂടുതൽ പുതിയതായി നമുക്ക് അത്തരത്തിൽ നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ സ്വമേധയാ സന്നദ്ധരായി മാറുന്നുണ്ട്. ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് എടുക്കുമ്പോൾ മൊത്തത്തിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അതിൽ ഈ മുണ്ടക്കൈ മേഖലയുടേതല്ലാത്ത ക്യാമ്പും അഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 658 പുരുഷന്മാരും 673 സ്ത്രീകളും അടക്കം 1770 പേർ ക്യാമ്പുകളിൽ തുടരുന്നുണ്ടെന്നാണ്. അതേസമയം ഈ ദുരന്തം അനുഭവിച്ച മനുഷ്യരിൽ എല്ലാവരും ക്യാമ്പുകളിൽ യഥാർത്ഥത്തിൽ തുടരുന്നില്ല. പലരും ഇതിനിടയ്ക്ക് നമ്മൾ ഇവിടെയൊക്കെ കണ്ട അനേകം പേർ സ്വന്തം നിലയ്ക്ക് വാടക വീടുകളിലേക്കും മറ്റും മാറിയിരുന്നു. കുറേയധികം പേർ ബന്ധുവീടുകളിൽ തുടരുന്നുണ്ട്. അതായത് ഈ ക്യാമ്പുകളിലെ നമ്പർ മാത്രമല്ല, അതിന് പുറത്ത് സ്വന്തം നിലയ്ക്ക് വാടക വീട് കണ്ടെത്തി മാറിയവർ ബന്ധുവീടുകളിൽ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോണുകളിലേക്കൊക്കെ മാറിയ കുറേയധികം ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടൽ ദുരിതത്തിൻ്റെ ഭാഗമായി 14 ക്യാമ്പുകളാണ് യഥാർത്ഥത്തിൽ ഈ ജില്ലയിൽ മാത്രം, അതായത് ഈ ചൂരൽമല, മുണ്ടക്കൈ,
ഈ മേഖലയിലെ ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ മാത്രം തുടങ്ങിയത് 14 ക്യാമ്പുകളാണ്. അത്രയധികം പേരുണ്ട്. അതായത് ഏറെക്കുറെ 2000-ഓളം പേർ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഈ ക്യാമ്പുകൾക്ക് പുറത്തുള്ളവരെ കൂടി ചേർത്താൽ അതിൽ കൂടുതൽ ആളുകളുണ്ട്. പക്ഷേ ഒരു ക്യാമ്പുകളിൽ മാത്രം എന്ന നിലയ്ക്ക് 1700-ലധികം പേർ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരെ യഥാർത്ഥത്തിൽ താൽക്കാലിക പുനരധിവാസം എന്ന നിലയ്ക്ക് വേഗത്തിൽ തന്നെ ഒരു സംവിധാനം ഒരുക്കുന്നത് വളരെ നന്നാകുമെന്ന അഭിപ്രായം പലരും, അതായത് ഈ രംഗത്തുള്ള, അതായത് പൊതുവേ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ക്യാമ്പുകളിൽ തുടർച്ചയായി അധിവസിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പലതരം ട്രോമകൾ ഉണ്ട്. നമ്മളതിൻ്റെ ഒരു മറ്റു കുറേ കൂടി അതിൻ്റെ ഒരു മാനസികാരോഗ്യ ലെവലിൽ ചിന്തിച്ചാൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വളരെ വേഗത്തിലുള്ള താൽക്കാലിക പുനരധിവാസം എന്ന ചർച്ചകളിലേക്ക് കടക്കുന്നത് ഗുണം ചെയ്യും എന്ന അഭിപ്രായം തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന കെട്ടിടങ്ങൾ സംബന്ധിച്ചും നിലവിൽ തന്നെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന കെട്ടിടങ്ങൾ സംബന്ധിച്ചും മറ്റുമൊക്കെ കുറേ കൂടി ആളുകളുടെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടേതും അല്ലെങ്കിൽ മാറാൻ ഇതിനകം സർക്കാർ സംവിധാനം തന്നെ ഏറ്റെടുത്ത് നൽകുന്ന കെട്ടിടങ്ങളിലേക്ക് മാറാം എന്ന നിലയ്ക്ക് സന്നദ്ധരാകുന്നവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് മാത്രമേ ഒരു താൽക്കാലിക പുനരധിവാസ പ്രക്രിയയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിനകം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ അവർ ആളുകൾ സന്നദ്ധരാണെങ്കിൽ അതിലേക്ക് കടക്കുക എന്നതാണ് പ്രായോഗിക. 253 വാടക വീടുകൾ കണ്ടെത്തിയെന്നാണ് ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നത്. 100ഓളം വീടുകൾ അതിൻ്റെ ഉടമസ്ഥർ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 300-ലധികം കെട്ടിടങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ കെട്ടിടങ്ങൾ ആവശ്യമെങ്കിൽ, അതായത് സ്വയം കണ്ടെത്തുന്നത് ഈ കൂട്ടത്തിൽ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവർ കുറേ പേരെങ്കിലും ഇപ്പോൾ സ്വയം കണ്ടെത്തിയിട്ടുണ്ടാകും. അതുകൂടാതെ സർക്കാർ സംവിധാനങ്ങൾ എന്ന നിലയ്ക്ക് ജില്ലാ ഭരണകൂടം തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെ 253 വീടുകളും അഡീഷണലായി 100 വീട്, അങ്ങനെ 300-ലധികം വീടുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിന് കൊടുക്കാൻ പാകത്തിനുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആളുകളുടെ ഒപ്പം അങ്ങനെ കെട്ടിടങ്ങളിലേക്ക് പോകുമ്പോൾ അത് കെട്ടിടങ്ങൾ മാത്രം എടുത്ത് നൽകിയാൽ പോരാ, ആവശ്യമായ അവർക്കൊരു അടിസ്ഥാന സൗകര്യം വളരെ അവിടെ ആവശ്യമായ ഇപ്പോൾ ഫർണിച്ചർ അല്ലെങ്കിൽ അവർക്കൊരു കിറ്റ് ആവശ്യമാണ്. കൃത്യമായി അവിടെ ഒരു വീടെന്ന നിലയ്ക്ക് താമസിക്കുമ്പോൾ കിട്ടേണ്ട സാധന സാമഗ്രികളൊക്കെ വേണം. അപ്പോൾ അതുകൂടി അവിടെ ലഭ്യമാക്കാനുള്ള ക്രമീകരണം വേണം. ഇങ്ങനെ യഥാർത്ഥത്തിൽ അത് വളരെ വലിയ ഒരു പ്രക്രിയയാണ്, ഒരു ടാസ്ക് തന്നെയാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കുന്നതാകും ഉചിതം എന്ന് ഇത്തരം ദുരന്ത ഘട്ടങ്ങളെയൊക്കെ അതിലേക്ക് നേരിടുന്ന ആളുകൾ തന്നെ പറയുന്നത്. ക്യാമ്പുകൾ വളരെ വേഗത്തിൽ തന്നെ പിരിച്ചുവിടുകയും ആളുകൾക്ക് താൽക്കാലിക പുനരധിവാസ സംവിധാനം ഒരുക്കുകയും അതിന് തുടർച്ചയായി ഫോളോ അപ്പും മോണിറ്ററിങ്ങും ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു സംവിധാനം ഒരുക്കി അവരെ കൈയൊഴുകുക എന്നതല്ല, തുടർച്ചയായി തന്നെ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് താൽക്കാലിക സംവിധാനത്തിലേക്ക് അവരെ മാറ്റാൻ വളരെ വേഗത്തിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് പലരും വിദഗ്ധരൊക്കെ പറയുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ നീങ്ങുന്നത്. അത് വേഗത്തിൽ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എങ്ങനെ വീണ്ടെടുക്കാം വയനാടിനെ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിപ്പോൾ മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാധ രാമസ്വാമി തുടരുന്നുണ്ട്. രാധ, ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പറയുകയായിരുന്നു, ഇതിനോടകം തന്നെ ഏതാണ്ട് 253 വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 100ഓളം വീടുകൾ അത് അവരുടെ ഉടമസ്ഥർ നൽകാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് അവർ അറിയിക്കുന്നു. അങ്ങനെ 300-ലേറെ കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഈ പറയുന്നത്, ഞാൻ ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്, ഒരുമിച്ച് താമസിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ കണ്ടുപിടിച്ച സ്ഥലങ്ങൾ അത് താൽക്കാലിക പുനരധിവാസം ആ തരത്തിൽ സാധ്യമാകുന്ന രീതിയിലാണോ അത്? കേൾക്കാമോ രാധ? ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം കേട്ടില്ല എന്ന് തോന്നുന്നല്ലേ? കേട്ടിരുന്നോ? ഇല്ല, ഒന്നും കൂടെ. അതായത് ഞങ്ങളുടെ പ്രതിനിധിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞത് 253 വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടാതെ 100ഓളം വീടുകൾ ഇപ്പോൾ ഉടമസ്ഥർ അവരുടെ ഒരു പ്രത്യേക താല്പര്യത്തിലൊക്കെ നൽകുന്നു. അങ്ങനെ ആകെ 300-ലേറെ വീടുകൾ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് താമസിക്കണമെന്നൊരാഗ്രഹം അത് ഈ ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് സ്ഥിരമായിട്ടുള്ളൊരു പുനരധിവാസത്തിലേക്ക് വരുമ്പോൾ എന്നുള്ളത് അവർ തീർച്ചയായും അങ്ങനെ ഒരു ആഗ്രഹം വച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും താൽക്കാലികമായി അത് ഏത് തരത്തിലേക്ക് അതിലും അവർക്കൊരു ആഗ്രഹം കാണും. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അത് ഏത് തരത്തിലുള്ളതാണ്? ഇവരുടെ ആഗ്രഹം നിറവേറ്റുന്ന തരത്തിലേക്കുള്ളതാണോ രാധ? കണ്ടുപിടിച്ചിട്ടുള്ള വീടുകൾ മിക്ക പഞ്ചായത്തുകളിലും ആയിട്ടാണ് നമ്മളൊരു 300 വീടുകളും കണ്ടുപിടിച്ചിട്ടുള്ളത്.
അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ വീടുകളും ചിലപ്പോൾ നമുക്ക് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളിൽ കൊടുക്കുമ്പോൾ ഏറ്റവും തൊട്ടടുത്ത പഞ്ചായത്തുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, ആളുകളുടെ അഭിപ്രായം. ആളുകൾ എന്തായാലും പുനരധിവാസ പദ്ധതി പ്രകാരം വീടും സ്ഥലമൊക്കെ ആയി വരുമ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് താമസിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിനൊരു പ്രത്യേക ടൗൺഷിപ്പൊക്കെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും ഒരേ സ്ഥലത്തായിരിക്കാനും സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാമ്പുകൾ ഒഴിവാക്കുകയും ഇവരുടെ പുനരധിവാസം താൽക്കാലികമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വീടുകൾ മേപ്പാടി പഞ്ചായത്തിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. ഒന്നാമത്തെ നമ്മുടെ എസ്റ്റേറ്റ് മേഖലയാണ്, കൂടുതൽ ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ 3 വാർഡുകളോളം ഇപ്പോൾ പൂർണ്ണമായിട്ട് താമസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മറ്റ് പഞ്ചായത്തുകളെ ഒഴിവാക്കി ദൂരെയുള്ള പഞ്ചായത്തുകളെയും മറ്റും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മേപ്പാടി പഞ്ചായത്തിനോട് തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ ഈ സൗകര്യം ഒരുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പക്ഷേ അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ തുടർ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കുകയും അവരുടെ പഠനം പൂർത്തിയാകുന്നതോടൊപ്പം അവർക്ക് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിച്ച് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവർക്ക് സർക്കാർ ജോലി നൽകണം എന്നുള്ള ഒരഭിപ്രായം കൂടെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിനുണ്ട്. അതപ്പോൾ ഇതിൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കുട്ടികൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, അപ്പോൾ ആ തരത്തിലേക്ക് ക്യാമ്പുകളിൽ നിങ്ങൾക്ക് അങ്ങനെ കുട്ടികളെ കാണാൻ കഴിയുന്നുണ്ടോ? കുട്ടികളുണ്ട്, രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലുള്ള കുട്ടികളുണ്ട്. എല്ലാ രീതിയിലുള്ള കുട്ടികളുണ്ട്. അതുപോലെ നമ്മുടെ ചൂരൽമല വെള്ളാർമല സ്കൂളിലും മുണ്ടക്കൈ സ്കൂളിലാണ് ഈ കുട്ടികൾ അധികം പഠിച്ചിരുന്നത്. ആ കുട്ടികൾക്ക് ഇനി ആ 2 സ്കൂളുകളിലും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ മറ്റ് സ്കൂളുകളിലേക്കാണ് ഇവരെ ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ വാടക വീട് താൽക്കാലികമായി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത പഞ്ചായത്തുകളിലാവുമ്പോൾ അത് വ്യത്യസ്ത സ്ഥലങ്ങളാവുമ്പോൾ ആ കുട്ടികൾക്ക് മേപ്പാടി പഞ്ചായത്തിൽ വന്ന് പഠിക്കാനും വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. SLC +2 കുട്ടികൾക്കാണെങ്കിൽ വന്നു പോകാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ മറ്റു കുട്ടികളാകുമ്പോൾ, ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ദൂര സ്ഥലങ്ങളിൽ താമസിപ്പിക്കുമ്പോൾ വന്ന് പഠിക്കാനും അവിടുന്ന് വന്നു പോകാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു തീരുമാനം തന്നെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി വെള്ളാർമല സ്കൂളിലുള്ള കുട്ടികളെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റി പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മുണ്ടക്കൈയിലുള്ള കുട്ടികൾ LP സ്കൂൾ കുട്ടികളാണ്. ആ കുട്ടികളെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്നൊരു ബിൽഡിങ് താൽക്കാലികമായി റെഡിയാക്കി അവിടെയും കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് അന്ന് നമ്മുടെ മീറ്റിംഗ് വിളിച്ചത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മീറ്റിംഗ് വിളിച്ചപ്പോൾ അവിടെയും ചർച്ച വന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം കൂടെ നോക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളും എല്ലാവരും പറയുന്നത് പോലെ ഈ സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾ മറ്റ് സ്കൂളുകളിലേക്ക് വിവിധ സ്കൂളുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരൊരു മാനസികാവസ്ഥ കൂടെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അതെ, ഇപ്പോൾ ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കൂടാതെ മന്ത്രിസഭാ ഉപസമിതി അവിടെ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ തരത്തിലേക്കൊക്കെയുള്ള ആശങ്ക തീർച്ചയായും മന്ത്രിമാരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മന്ത്രിയുടെ മീറ്റിങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വന്ന മീറ്റിങ്ങിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങിലും ഈ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമെന്ന് തന്നെയാണ് സർക്കാർ തലത്തിലുള്ള ഉപസമിതിയിൽ പെട്ട മന്ത്രിമാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതെ, താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. താങ്കൾ കുറച്ച് സമയം കൂടി നമുക്കിപ്പം തുടരണം. ഞാനിനി പോകുന്നത് ചാലിയാറിലേക്കാണ്. അവിടെ സമീർ ബിൻ കരീമുണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, ഇന്നും ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ 2 ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഇനിയും വരും ദിവസങ്ങളിലും തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയല്ലേ ഇത് നൽകുന്ന സൂചന? അനുജ, തീർച്ചയായും ഒരു വിശദമായ തിരച്ചിൽ ഈ ഭാഗത്ത് വേണ്ടിവരും എന്നുള്ള സൂചനയാണ് ഈ 2 ശരീരഭാഗങ്ങൾ ലഭിച്ചതോടുകൂടി നൽകുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ തെരച്ചിൽ 2 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുണ്ടേരിയിലുള്ള ഈ പുഴയ്ക്ക് അകലെ ഇരുട്ടുകുത്തി വനമേഖലയിൽ നിന്നാണ് ആദ്യം ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. ഈ പാതി മാത്രമുള്ള പുരുഷൻ്റെതെന്ന് സംശയിക്കുന്ന തലഭാഗമില്ലാത്ത ഒരു ശരീരഭാഗമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയത്. ഈ ശരീരഭാഗം നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ പനങ്കയം കോട്ടുവ
കൊട്ടുപാറയിൽ നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തി. ഇത് ഒരു കാലിന്റെ ഭാഗമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയത്. ഇവ രണ്ടും നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ 247 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഈ 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടന്നത് വനമേഖലയിലാണ്. പ്രത്യേകിച്ച് NDRF, ഫയർഫോഴ്സ്, പോലീസ്, തണ്ടർബോൾട്ട്, SOG ഈ ഒരു ടീം വളരെ വിശദമായുള്ള തിരച്ചിൽ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ പിൻഭാഗത്ത് ഇരുട്ടുകുത്തി വനമേഖലയിൽ തുടങ്ങിയ ഭാഗത്താണ് വലിയ തിരച്ചിൽ നടന്നത് എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 10 കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ച് പരപ്പൻപാറ വരെ സംഘം എത്തി തിരച്ചിൽ നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ കാര്യമായിട്ട് ഈ 2 ശരീരങ്ങൾ ഒഴികെ വേറെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ ബ്രിഡ്ജ്, പനങ്കയം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും സമാനമായ രീതിയിൽ പുഴയിലൂടെ ഫയർഫോഴ്സും പോലീസും സിവിൽ ഡിഫൻസിന്റെ വളണ്ടിയർമാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് തന്നെ കൂടുതൽ ശരീരഭാഗങ്ങളും തന്നെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നാളെ വളരെ വിശദമായ ഒരു തിരച്ചിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം. ഈ ഒരു പശ്ചാത്തലത്തിൽ നാളെ ചാലിയാർ പുഴയിലും തീരങ്ങളിലും എല്ലാം തന്നെ വളരെ വിശദമായ ഒരു തിരച്ചിലാണ് നടക്കാൻ പോകുന്നത്. 200ഓളം പേർ പങ്കെടുക്കുന്ന ഒരു ജനകീയ തിരച്ചിൽ നാളെ നടക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതെ, ഇന്നിപ്പോൾ തെരച്ചിൽ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. നാളെയും തെരച്ചിൽ ഉണ്ടാകും. നാളെ കുറച്ചുകൂടി വിപുലമായ തെരച്ചിൽ അവിടെ ഉണ്ടാകും, ചാലിയാറിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ജനകീയ തെരച്ചിലിലും സാധ്യതയുണ്ട് എന്ന വിവരമാണ് സമീർ ബിൻ കരീം നൽകിയത്. വയനാടിനെ എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാധാ രാമസ്വാമി, മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടരുന്നുണ്ട്. ശ്രീമതി രാധ, ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മുതൽ തുടങ്ങുകയാണല്ലോ. ഏറ്റവും പ്രധാനം വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, അടിസ്ഥാന സൗകര്യം, യാത്രാ സൗകര്യം, ഇതൊക്കെ അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട അതിൽ മേഖലയാണ്. ആ മേഖലയാണ് ദുർബലമായ ഇടമാണ്. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള മേഖലയാണ്. അപ്പോൾ ഈ കൂടുതൽ ശക്തിപ്പെടുത്തിയുള്ള പുനർനിർമ്മാണം എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അപ്പോൾ ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ? അതെപ്രകാരമാണ്? അത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2018-ലും 2019-ലൊക്കെ ആയിട്ടുണ്ടായ പുത്തുമല ദുരന്തം, അതുപോലെ ഈ വർഷത്തിലുണ്ടായിരുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിച്ച് ആളുകളെ താമസിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ആ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ആ ഭാഗത്തേക്ക് പോവാതെ മേപ്പാടി കേന്ദ്രീകരിച്ച്, അത് സർക്കാരാണ് ഇടപെടുന്നത്, സർക്കാർ ഇടപെട്ട് നല്ല രീതിയിലൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം നടപ്പിലാക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 300ഓളം കുടുംബങ്ങളെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ട വീട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ വരുമ്പോൾ അതിന് ഇത്രത്തോളം സ്ഥലം വേണ്ടി വരും. ആ സ്ഥലം മേപ്പാടിയിൽ കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ സർക്കാർ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുമെന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മീറ്റിങ്ങിൽ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ മേപ്പാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തോട്ടം മേഖലയൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി. അത് സർക്കാർ ഇടപെട്ട് എസ്റ്റേറ്റുകളുമായി സംസാരിച്ച് സ്ഥലം കിട്ടുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പുനരധിവാസം നടപ്പിലാക്കാൻ കഴിയും. വീടുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ വീടുകളായാലും സ്പോൺസർഷിപ്പിലൂടെയൊക്കെ ഒരുപാട് കണ്ടെത്താൻ കഴിയും. പിന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണ് ഒരു പ്രശ്നമുള്ളത്. ആ സ്ഥലത്തിൻ്റെ കാര്യം സർക്കാർ ഇതുപോലെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് നമുക്കിനി കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ളൊരു നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അപ്പോൾ ഇതിൽ ഈ ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ നമുക്ക് അവിടെ എന്താണ് അവിടുത്തെ ഒരു ഉൾക്കാഴ്ച എന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങൾക്കൊക്കെ അത് നേരിട്ട് കണ്ടുള്ള അനുഭവം ഉണ്ടാകും. നേരത്തെ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഇതിൽ നേരിടുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ അത് ഏത് തരത്തിലേക്ക് അവർ അതിജീവിച്ചേ മതിയാകൂ. പക്ഷേ എങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അതിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നുള്ള തർക്കമില്ല. അതിനൊക്കെ വേണ്ടിയാണ് കൗൺസിലിംഗ് പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളമാണ് ഈ നിലവിലിപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ഇതിൽ ഭാഗഭാക്കാകുമ്പോഴും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടേറിയതാണ്? ഇവരെയൊക്കെ ഒന്ന് തിരിച്ച് പിടിച്ചുകൊണ്ട് വരാൻ അതിൽ എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതുകൂടി ഒന്ന് വിശദീകരിക്കാമോ ശ്രീമതി രാധ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാമ്പുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഒന്ന് മനസ്സിൽ തുറന്ന് സംസാരിക്കാനോ കളിക്കാനോ ചിരിക്കാനോ അവരുടെ ബാല്യവും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.
തീർച്ചയായും പുനരധിവാസത്തിൻ്റെ ഭാഗമായി അവരെ വാടക വീടുകളിലേക്കാണെങ്കിലും സർക്കാർ സംവിധാനത്തിൻ്റെ കോട്ടേഴ്സുകളിലേക്കാണെങ്കിലും മാറ്റുന്നതോട് കൂടിയിട്ട് അവരെ ആ പഴയ കളിയും ചിരിയും അവരെ ഉല്ലാസമൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതിലൂടെ അവരെ വിദ്യാഭ്യാസവും മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിലുള്ളൊരു തലമുറയിൽ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ആ കുട്ടികളെ എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവരെ മാനസിക നിലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എന്തായാലും നമുക്ക് അവിടെ ക്യാമ്പുകളിലുള്ള അസൗകര്യങ്ങളൊക്കെ അറിയാലോ. എന്തായാലും വീട്ടിലുള്ള സൗകര്യവും സുഖങ്ങളൊന്നും കുട്ടികൾക്ക് കിട്ടില്ല. അവർക്ക് ഇതിൻ്റെ അന്നത്തെ ആ പ്രശ്നങ്ങളും ഒക്കെ ഏൽപ്പിച്ച ആഘാതം മാറണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ മാറ്റി പാർപ്പിച്ച് അവർക്ക് കൗൺസിലിങ്ങും മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി അവരെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് ഇടപെട്ടാൽ മാത്രം അവരെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. അതെ, വളരെ ദുഷ്കരമായൊരു പ്രക്രിയ കൂടിയാണത്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ദൗത്യം പരിശോധന അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല കൂടിയാണ് ഇപ്പോൾ ഈ ശ്രീമതി രാധ പറഞ്ഞതുപോലെ ഈ കുട്ടികളെയും അതുപോലെ എല്ലാവരെയും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതുണ്ടാക്കിയൊരു ട്രോമയുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിന് വേണ്ടി എങ്ങനെയാണ് നമുക്കൊക്കെ മാനസിക പിന്തുണ നൽകാൻ കഴിയുന്നത് എന്നുള്ളത് അതേക്കുറിച്ചൊക്കെയാണ് രാധ രാമസ്വാമിയോട് വിശദീകരിച്ചത്. വളരെ നന്ദി ശ്രീമതി രാധ, നമ്മൾക്കൊപ്പം ഇത്രയും സമയം ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത്. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക് നമ്മളൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കരുതലുള്ള മനുഷ്യർ ഒടുവിൽ ആ വാർത്ത കണ്ടു. ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾക്ക് മുൻപ് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും എത്തിയ 24 വാർത്താ സംഘം ചൂരൽമലയിൽ നിന്നൊരു ചായ കുടിച്ചിരുന്നു. അതിനും 4 നാൾ മുമ്പ് മാത്രം തുടങ്ങിയ ആ ബേക്കറിയെയും മഹാദുരന്തം തകർത്തു. ബേക്കറി ഉടമ ഉബൈദിനും കുടുംബത്തിനും സഹായഹസ്തവുമായി രംഗത്തെത്തിയത് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയാണ്. 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് കൈമാറി. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ മഹാദുരന്തത്തിന്റെ തലേനാൾ ഞാൻ അവിടേക്ക് എത്തിയപ്പോൾ ചൂരൽമല ജംഗ്ഷനിലെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിരുന്നു. ഫ്രണ്ട്സ് ടീ സ്റ്റാൾ എന്നായിരുന്നു അതിന്റെ പേര്. ആ കട ഈ ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊരു ഗുണഫലം ഉണ്ടായിരിക്കുന്നു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരായി രംഗത്തെത്തി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എങ്ങനെയാണ് നിങ്ങൾ സഹായിക്കുന്നത്? നമ്മൾ 2 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള നമ്മൾ ചെയ്യുന്നത്. അതിനെ ആദ്യപടിയായിട്ട് നമ്മൾ 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഇന്ന് മന്ത്രി റിയാസ് കെയുടെ കയ്യിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. നമ്മൾ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നശിച്ചു പോയ ഇവരുടെ ബേക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബേക്കറിയും ഇതേപോലെ നശിച്ചു പോയിട്ടുണ്ട്. അവർക്കൊരു 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതോടനുബന്ധിച്ച് പല സ്ഥലത്തും പണി ചെയ്യുന്ന നമ്മുടെ ബേക്കറി തൊഴിലാളികൾക്ക് കുറേ പേർക്ക് വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ 2 നമുക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി. അവർക്കൊരു ഇനീഷ്യൽ സഹായം എന്ന നിലയ്ക്ക് 50,000 രൂപയുടെ ചെക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ ആർക്കെങ്കിലും സ്ഥലം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് തന്നെ 2-3 പേര് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ സ്ഥലം നമുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഒരു സഹായം നൽകാൻ വേണ്ടി തയ്യാറായിട്ട് അതിന് ഒരു ഇടപെടൽ നടത്തിയത് അദ്ദേഹമാണ്. മനുഷ്യർ ഇനി പ്രതീക്ഷയുടെ ഒരു ഇടപെടൽ കൂടിയാണ് ആവശ്യമുള്ളത്. കാരണം ഇവരൊക്കെ നശിച്ച മനുഷ്യർക്ക് അവരെ ചേർത്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം, അല്ലേ? ഇനി നമ്മൾ അതിജീവനമാണ്. നമുക്ക് അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, മാനസികമായുള്ള എല്ലാ പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഇനി നമ്മൾ കുറച്ചുകൂടി അതിജീവനത്തിൻ്റെ മാതൃകയാണ്. ഈ വാർത്ത എനിക്ക് 24-ൽ നിന്ന് അയച്ചു തന്നതിന് ശേഷം ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഇതെങ്ങനെ നമുക്ക് ഇവരൊന്ന് സഹായിക്കാൻ പറ്റുമെന്നുള്ള ആലോചനയുണ്ടായി. പക്ഷെ ഇന്ന് രാവിലെ ഇവിടെ വരുമ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ചെറിയൊരു തുകയൊന്നുമല്ല, 5 ലക്ഷം രൂപ ഈ ഉബൈദ് കുടുംബത്തിന് അവർ നൽകി. അത് 24-ൻ്റെ ഒരു വാർത്ത അത് നമ്മളെ കയ്യിൽ കിട്ടി. അത് നമ്മളും എല്ലാവരും അറിയിച്ചു. അത് ഓൾ കേരള ബേക്കേഴ്സ് അസോസിയേഷൻ കേരള എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി, അതിനോടൊപ്പം വേറൊരു സഹോദരന് കൂടി അവർ 5 ലക്ഷം രൂപയുടെ ബേക്കറി നഷ്ടപ്പെട്ട ആളുകൾക്ക് 5 ലക്ഷം കൊടുത്തു. അങ്ങനെ മുണ്ടക്കൈയും ചൂരൽമലയും ഇനി ചേർത്ത് പിടിക്കാൻ ഇതുപോലെ കുറേ ആളുകൾ വരും. ആ ആളുകളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. തലേനാൾ മധുരമുള്ള ചായ തന്ന ഉബൈദിക്ക ഒറ്റ രാത്രി കൊണ്ടെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി. എന്തായാലും അതിനൊരു ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു, അല്ലെ ഉബൈദിക്ക് പറയാനുള്ളത് എന്താ? ഇന്നലെ രാത്രി വരെ എന്ത് ചെയ്യണം എന്നുള്ള, ഇവരെ കാണുന്നത് വരെ എന്ത് ചെയ്യണം എന്നില്ലാത്ത ഒരു ഇതിലേക്കാണ് ഞാൻ പോയിരുന്നത്. ഇന്നലെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ഇന്നലെ മഴ പെയ്തപ്പോൾ വീട് ചോർന്നൊലിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി മേപ്പാടി എത്തിയപ്പോഴാണ് ഇവർ വിളിക്കുന്നത്. ഇവരെ കണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞ വാക്കുകൾ
ഈ തന്നതല്ല, ഇതിനേക്കാൾ വലിയ വാക്കുകളാണ് എന്നെ സമാധാനിപ്പിച്ചത്. ഇത്രയും ദിവസമായിട്ട് ഇന്നലെ സമാധാനമായി കുറച്ച് കടന്നുറങ്ങിയത് ഇന്നലെയാണ്. അതേപോലെ ഈ ന്യൂസ് 24 അവർക്ക് വളരെയധികം നന്ദി പറയുന്നു. തലേനാൾ ഒരു നിറചിരിയോടെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് റിഷാനമോൾ അവൾ അതിനുശേഷം പ്രതികരിച്ച് വളരെ സങ്കടത്തോടുകൂടിയാണ്. അവളുടെ കൂട്ടുകാരൊക്കെ ഇതിനകത്ത് ഈ ദുരന്തത്തിന്റെ ഇരകളായിട്ടുണ്ട്. മോൾക്ക് ഇപ്പം എന്ത് തോന്നുന്നു? ഇവരോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയണമെന്നുണ്ട്. വളരെ നന്ദി ഇത്രയും ഞങ്ങളെ സഹായിച്ചതിന്. ഇനിയിപ്പോൾ എല്ലാവരും ഉണ്ട്. ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ പോയി, എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഈ മോളുടെ പഠനത്തിനുൾപ്പെടെ ഇവർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവരുടെ 2 മക്കൾ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ സഹായവും ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു മഹാദുരന്തം, ആ ദുരന്തത്തിൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എങ്ങനെയാണ് അതിജീവിച്ചവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്നതിൻ്റെ മറ്റൊരു മാതൃക കൂടിയാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടത്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നും വിവിധ ഇടങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നു. നാളെയും വിപുലമായ തിരച്ചിൽ ചാലിയാറിൽ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ DNA പരിശോധന, മരിച്ചവരെ തിരിച്ചറിയാൻ, കൂടാതെ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ നൽകുന്നതിനായുള്ള ക്യാമ്പ്, ഇതെല്ലാം അവിടെ നടക്കുമ്പോഴും പുനരധിവാസം എന്നുള്ളതിലേക്ക്, താത്കാലിക പുനരധിവാസം എന്നുള്ളതിലേക്കുള്ള നടപടികൾ വളരെ വേഗം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കൊള്ളുന്നു. പിന്നീടാകും ഒരു സ്ഥിരമായ പുനരധിവാസം. അത് തന്നെ ചില നിർദ്ദേശങ്ങളൊക്കെ പ്രദേശവാസികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പുനരധിവാസത്തിൻ്റെ കേരള മോഡൽ അത് ലോകോത്തര മോഡൽ തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.